ഏയ്, ഒരടി മുന്നോട്ട് വെക്കരുത്. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ മുന്നിൽ പിന്നെ നിവർന്നു നിൽക്കാൻ പറ്റില്ല നിനക്ക്. അച്ഛാ, അമ്മാവാ, ഈ പ്രായത്തിലും അടിച്ച് ഫിറ്റായിട്ടാ നിൽക്കുന്നതല്ലേ? അതല്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നേ. അച്ഛാ, അവരെ വിട്ടേക്ക്. അവര് ശരിയല്ല, നമുക്ക് പോവാം. ഏയ്, ഞാൻ ഇവിടെ നിന്ന് ഒരടി അനങ്ങാൻ പോകുന്നില്ല. ഇവൻ എന്നോട് മാപ്പ് ചോദിക്കണം. മാപ്പോ? അതും ഞാൻ പറയാനോ? ഈ കിളവന്റെ തലയ്ക്ക് പ്രാന്താ. എനിക്ക് അറിയണമല്ലോ ഇതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്തായി ചെയ്തേ? ഈ പെയിന്റിങ് 2 കോടിയാ. തെറ്റെന്റെ അല്ല, എല്ലാം ഈ കിളവൻ കാരണമല്ലേ. ഇതിന് ഇയാളെ പറഞ്ഞാ മതി. നീ പറയുന്നതൊക്കെ ചെയ്തു തരാൻ നീ എന്താ കൊച്ചു കുട്ടിയാണോ? ഇനിയിപ്പോ നടന്നൊക്കെ നടന്നു. ഇനി ഒരു കാര്യം ആലോചിക്കും. ഈ 2 കോടിയുടെ പെയിന്റിങ്ങിന്റെ നഷ്ടപരിഹാരം ആര് കൊടുക്കുന്നു? ഗാഡ്സ്, അവരെ പിടിക്ക്, അവരെ വിടരുത്. തൊട്ടു പോകരുത്. തെറ്റ് വിക്രാന്തിന്റെ ഭാഗത്താ. ഞാനുമായുള്ള കല്യാണം മുടക്കിയിട്ട് നീ ചെയ്ത തെറ്റോ? അതിന്റെ കാര്യം എന്താ? എന്നെ കല്യാണം കഴിച്ചാൽ സ്വർണം കൊണ്ട് തുലാഭാരം നടത്തും. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്റെ കൃഷിന്റെ കൂടെയാ ജീവിക്കാൻ പോകുന്നത്. എന്താടി നീ പറഞ്ഞ? നിനക്ക് ഇപ്പോഴും എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ശാലിനിയെ കൈവച്ചത് നീ ചെയ്ത വലിയ തെറ്റാണ്. നീ അത്ര വലിയ ഹീറോ ആണോ? എങ്കിലും ഒരു കാര്യം ചെയ്യ്, 2 കോടി തന്നേക്ക്. എന്നിട്ട് ഹോട്ടലിന്റെ ബില്ല് പേ ചെയ്യ്. കാശ് കൊണ്ട് മാത്രമല്ല ആളുകളെ വിലയിരുത്തേണ്ടത്, മനസ്സിലായോ? നിന്നെപ്പോലുള്ളവന്മാര് കാരണം ഈ ലോകത്തിന്റെ തന്നെ വില പോയത്. മാനേജർ, എല്ലാത്തിനും മുമ്പ് ആദ്യം ഇവന്റെ അച്ഛനും അമ്മേനും പിടിച്ച് പുറത്തു തള്ളു. വേഗം. ഹേയ് നില്ല്, എന്റെ അച്ഛനെ അമ്മയെ തൊട്ട് പോരുത്, പുറത്തോട്ട് പോ. നിങ്ങൾ വേണമെങ്കിൽ എന്നെ അടിച്ചോ. നിന്നെ അടിക്കണം, നന്നായിട്ട് അടിക്കണം. നിർത്ത്, ഒരുപാടായി. ആ 2 കോടി ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷേ മുത്തശ്ശ, നിങ്ങൾ ഇത്രയും പണം എവിടുന്നാ കൊണ്ടുവരുന്നേ? എന്നെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ കള്ളമൊന്നും പറയണ്ട. ഇല്ല മോനെ, അത് ഞാൻ കള്ളമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അധ്വാനിക്കും മോനെ. കഷ്ടപ്പെട്ട് ഞാൻ ഇവരുടെ കടം തീർത്തോളാം. അമ്മാവൻ കഥാകൃത്താണല്ലേ? ഇവർക്ക് പറ്റിയ സ്ഥലം ജയിലാ. വിക്രാന്ത്, പ്ലീസ് എന്നെ വെറുതെ വിട്. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് നിന്റെ മനസ്സാ വേണ്ടേ. ഇവരൊന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നീയാ. എന്നെ കല്യാണം കഴിക്കുന്നോ? ഏയ്, എന്റെ മരുമകളുടെ കൈയെങ്ങാനും തൊട്ടാലുണ്ടല്ലോ, വിടറാ കൈ. അച്ഛാ, ഞാൻ ആരാണെന്ന് അറിയിക്കാൻ നീ തന്നെ എനിക്കൊരു അവസരം തന്നിരിക്കുക. ഏയ് മുത്തശ്ശനെ ഇവിടെ മാറിപ്പോ. നിന്റെ മേലെ തന്നെ കൈവച്ചല്ലേ. നീ എന്തായാലും ഇതിനെ അനുഭവിക്കാൻ നീ തയ്യാറായിക്കോ. അടിക്കടവനെ. എന്നെ വിട്. മതി, ഒരുപാടായി. കൈവിട്. പോയിട്ട് നിന്റെ ബോസിനെ കൂട്ടിയിട്ട് വാ. പോലീസിനെ വിളിച്ചോണ്ട് വാ. എന്നെ നിങ്ങള് സാറെന്നാണ് ശരിക്കും വിളിക്കേണ്ടത്, മനസ്സിലായോ? ഈ ഹോട്ടലിന്റെ ബോസിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിനാണ് നിങ്ങളെ കാണുന്നത്. ഏയ്, നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല. പോലീസുകാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. പോയി കൂട്ടിയിട്ട് വാ. ധരം പട്ടേൽ വന്നിട്ടുണ്ടെന്ന് പറ. ധരം പാട്ടേൽ? നീയോ? പോയി ബോസിനെ വിളിച്ചോണ്ട് വാ. ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് നോക്കാം. സർ, അത് ഒരു കിഴവൻ വന്നിട്ട് ഹോട്ടലിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം ധരം പട്ടേൽ എന്നാണ് പറയുന്നത്. നിങ്ങളെ കാണണമെന്ന്. ഇവിടെ എന്താ പ്രശ്നം? സർ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കിളവൻ. ഇദ്ദേഹം മൂലമാണ് പ്രശ്നം മൊത്തം ഉണ്ടായിരിക്കുന്നത്. അത് പിന്നെ ഇവര് സഞ്ജയ് നായക്കും ഭാര്യയല്ലേ? ഇവര് ഇവിടെ എന്താ ചെയ്യുന്നത്? കർണ, അറിയില്ല. ഇയാൾ എന്തോ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ബട്ട് യു ഡോണ്ട് വെറി, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആരെ പറ്റിയാ സംസാരിക്കുന്ന അറിയാമോ? ആരാ ഇത്? പറയൂ പുനീത്, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്. അതായത് എനിക്കിതുപോലുള്ള ഹോട്ടൽ 10 എണ്ണം വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും. ഇവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും സാർ. അമ്മേ, ഇതെന്താ നടക്കുന്നത്?
ഇത് അച്ഛാ അച്ഛനെന്തെങ്കിലും അല്ല അത് അച്ഛന് ഡിമെൻഷ്യയാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോവും അല്ലേ? പെട്ടെന്ന് വേറെന്തൊക്കെയോ പറഞ്ഞു പോവും. അമ്മ ഇതെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നേ? മുത്തശ്ശന് വയ്യാന്നുള്ള കാര്യം. എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് വെച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല മോനെ. എനിക്കല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, ഇവർക്കാണ് വേണ്ടത്. കുറച്ച് പണം സമ്പാദിച്ചാൽ മതി, പിന്നെ ഇവന്മാർക്കൊക്കെ തലയ്ക്ക് വട്ടാവും. നീ അവരോട് പറ ഞാൻ ആരാണെന്ന്. ഇത് ധരം പട്ടേൽ സാറാണ്. ഒരു വലിയ മനുഷ്യനാണ്. നമ്മുടെ നാട്ടിലെ മിനിസ്റ്റേഴ്സും മുംബൈയിലെ വലിയ ബിൽഡേഴ്സും ബോളിവുഡ് സ്റ്റാർസും ഇവർക്കൊക്കെ എന്ത് വലിയ ആവശ്യങ്ങൾ വന്നാലും ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് വരിക. മുത്തശ്ശ, ഇയാള് നിങ്ങളെപ്പറ്റി എന്തോ ഇത് എന്തായി പറയുന്നത്? അത് നിങ്ങൾ നല്ല കഥയായി പറയുന്നത്. ഇത് നിന്റെ മുത്തച്ഛൻ്റെ ഫ്രണ്ടാണ്. അതെ, ഫ്രണ്ട്. നിനക്കറിയില്ലായിരുന്നല്ലേ? നിന്റെ മുത്തച്ഛൻ 2 കോടി നശിപ്പിച്ചിട്ടുണ്ടെന്ന്. സോറി, അതുകൊണ്ടാ അവരിങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ എന്തായാലും 2 കോടി തരാതെ ആരും ഇവിടുന്ന് പോകുന്നു കരുതണ്ട. മാനേജർ, പോലീസിനെ വിളിച്ചില്ലേ? കാരണം സാർ, ഞങ്ങൾ പറയുന്ന സത്യം. ആ പെയിൻറ്റിങ് നശിപ്പിച്ചത് ഞങ്ങളല്ല, ഇയാൾ തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞത്. ഞങ്ങളിതിൽ കുറ്റക്കാരല്ല. പെയിന്റിംഗ് എല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. അത് ആരാണോ ചെയ്തത് അവർ നഷ്ടപരിഹാരം തന്നിരിക്കണം. അത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പോലീസ് വരുന്നതിന് മുമ്പ് ആരാ ഇത് ചെയ്തതെന്ന് കണ്ടെത്തിയാൽ മതിയല്ലേ? സാർ, നിങ്ങൾ എന്ത് ശിക്ഷയാണ് വിധിച്ചെങ്കിലും എനിക്ക് തരൂ. പക്ഷെ എൻ്റെ കുടുംബത്തിന് വെറുതെ വിടും പ്ലീസ്. മാനേജർ, ഇവിടെ ആരാണോ ഈ പെയിന്റിംഗ് നശിപ്പിച്ചത് അവരെ വിളിച്ചോണ്ട് പോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്യും. നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ആരെ പറ്റിയാ പറയുന്നതെന്ന്? ഏയ് വിട്, വിടാൻ! എന്നെ വിടാൻ! നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? നിങ്ങൾക്കറിയില്ലേ എന്റെ പേര് വിക്രാന്ത് എന്നാ? എനിക്കറിയാം. ധരംപാട്ടിൽ ആരാന്ന് നിന്റെ അച്ഛൻ രത്തോടിനോട് പോയി ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എൻ്റെ മുത്തശ്ശനെ എങ്ങനെ അറിയാം? അതിന്റെ കാരണം ഞാനിപ്പോൾ ഏത് നിലയിലാണോ എല്ലാം ഇദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരിക്കൽ നിങ്ങളുടെ മുത്തച്ഛൻ എൻ്റെ കൂടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഹോട്ടലുണ്ടല്ലോ, ഈ ഹോട്ടൽ ഇങ്ങനെ ആകാൻ കഷ്ടപ്പെട്ടത് നിങ്ങളുടെ മുത്തച്ഛൻ. ഞാനാണ് ജോലി ചെയ്തത്? നിനക്കെന്താടാ വട്ടായോ തലയ്ക്ക്? ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? കൈ വിട്രാ. ചേട്ടാ, അത് ഞാൻ നായക് സാറിനെ കാണാൻ വന്നതാ. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ചേട്ടാ, അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ഡീലുണ്ട്. അത് നടന്നാലേ എൻ്റെ ജീവിതം രക്ഷപ്പെടുള്ളൂ. പ്ലീസ് ചേട്ടാ, എന്നെ ഒന്ന് അകത്തേക്ക് വിടും പ്ലീസ്. നായക് സാറ് നിന്നെ പോലുള്ള പാവങ്ങളോടൊന്നും ബിസിനസ് ചെയ്യില്ല, മനസ്സിലായോ നിനക്ക്? പ്ലീസ് പ്ലീസ് ചേട്ടാ, പ്ലീസ്. ഇറങ്ങി പോടാ, പോ ചേട്ടാ. പോ. അവിടെ എന്താ നടക്കുന്നേ? മാം, ഇയാൾ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അകത്തേക്ക് വരാൻ നോക്കുക.